ഹലോ വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. ഞാൻ അഞ്ജലി മനീഷ്. അപ്പം നിങ്ങൾ തമിഴ്നാട്ടിൽ കണ്ട പോലെ തന്നെ മൂൺഗോഡസിന്റെ ഈ ഒരു പാറ്റേൺ ഡ്രസ് ആണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു പാറ്റേൺ നമുക്ക് രണ്ട് രീതിയിൽ അടിക്കാം. നോർമൽ എലൈനിൽ കട്ടിങ്ങിൽ ഒരു ഡിഫറൻസ് അടിവശത്ത് വരുത്തിയിട്ടും ചെയ്യാം, അല്ലാതെ വേറെ രീതിയിൽ ആ ഒരു ക്ലോത്തിനെ മടക്കിയിട്ടും ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ചെയ്യാനായിട്ട് പറ്റുന്ന രീതിയിൽ ഒരു സിമ്പിൾ ആയിട്ട് ഒരു എലൈനിന്റെ അടിയിലത്തെ ഒരു കട്ടിങ്ങിൽ ഡിഫറൻസ് വരുത്തിയിട്ട് നമുക്ക് ഇതൊന്ന് ചെയ്ത് നോക്കാം. ഞാൻ അതിനായിട്ട് എടുത്തിരിക്കുന്ന മെറ്റീരിയൽ ഞാൻ കാണിക്കാം. അപ്പോൾ ഇതാണ് മെറ്റീരിയൽ വന്നിട്ട്. ഇത് പ്യുവർ കോട്ടൺ ആണ്. ബോട്ടം ഒക്കെ യൂസ് ചെയ്യാത്തൊരു ഡ്രസ്സ് പോലെ യൂസ് ചെയ്യാനായിട്ട് ഞാൻ അത്യാവശ്യം ലെങ്ത്തിലാണ് സ്റ്റിച്ച് ചെയ്തത്. അതുകൊണ്ട് ഈ ഒരു മെയിൻ ഫാബ്രിക് വന്നിട്ട് ഞാൻ 2.5 മീറ്റർ എടുത്തിട്ടുണ്ട്. ലൈനിങ് 2.25 മീറ്റർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫാബ്രിക് നമ്മൾ കട്ട് ചെയ്യാനായിട്ട് മടുക്കുന്ന ഒരു മെത്തേഡ് കൂടെ ഞാൻ കാണിക്കാം. അപ്പോൾ ഇതാണ് ആ ഒരു ഫുൾ ഫാബ്രിക്. ഇതിൽ മുറിച്ചെടുത്ത ഈ രണ്ട് ഭാഗങ്ങൾ ഇതുപോലെ ജോയിൻ ചെയ്ത് വരുന്ന രീതിയിൽ പിടിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ പിടിക്കുമ്പോൾ താഴെ മുകളിൽ വരുന്നതാണ് ഇതിൻ്റെ ഒരു തേരുവശം വരുന്നത്. എന്നിട്ട് ആ ഒരു ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗം ഇതുപോലെ പിടിക്കുക. ഇതിനെ ഇതുപോലെ ഒന്ന് വട്ടം മടക്കിയിട്ട് ഈ ഒരു ഫോൾഡഡ് ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടേക്കാണ് വരച്ച് കട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം നമുക്ക് ഈ ഒരു പാറ്റേണിൽ സ്ലീവ്ലെസ് ആണ്. ഞാൻ ഇവിടെ ഒരു കുഞ്ഞു സ്ലീവ് വയ്ക്കുന്നുണ്ട്. അപ്പം ഈ ഒരു സൈഡിൽ നമുക്ക് സ്ലീവ് കിട്ടും. ചെറിയ സ്ലീവ് ആകുമ്പോൾ ഈ ഒരു സൈഡിൽ തന്നെ സ്ലീവ് കിട്ടും. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പറഞ്ഞ ഒരു മെത്തേഡിൽ തന്നെ ഇവിടെ മടക്കിയിട്ടിട്ടുണ്ട്. രണ്ടായിട്ട് ആദ്യം ഒന്ന് മടക്കിയിട്ടുണ്ട്. ഇതാണ് ആ ഒരു ഫോൾഡഡ് ഭാഗം വരുന്നത്. ഇനി തേരുവശം ജോയിൻ ചെയ്ത് വരുന്ന രീതിയിൽ ഇതുപോലെ വീണ്ടും ഒന്ന് മടക്കി. ആദ്യം നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം. ഞാൻ നോർമലി ഷോൾഡർ കൊടുക്കുന്നത് 6.25 ഇഞ്ചാണ്. ഇവിടെ ഞാൻ 6.25 ഇഞ്ചാണ് ഷോൾഡർ മാർക്ക് ചെയ്യുന്നത്. ഫ്രണ്ട് നെക്ക് ഞാൻ ജ്വൽ നെക്കാണ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് കയറിയിട്ടായിരിക്കും നെക്ക് വരാം. അപ്പോൾ അതുപോലെ കയറിയിരിക്കുന്ന നെക്കുകൾക്കും പിന്നെ കോളറിനും ഒക്കെ നമ്മൾ നോർമൽ കൊടുക്കുന്നതിനെക്കാട്ടിലും 1/2 ഇഞ്ച് എക്സ്ട്രാ കൊടുക്കണം. ഇനി കൈക്കുഴി മാർക്ക് ചെയ്യുന്നത് 6 ഇഞ്ചാണ്. അപ്പോൾ ഷോൾഡറിൽ നിങ്ങൾ സ്ലോപ്പ് കൊടുക്കുന്നുണ്ടെങ്കിൽ 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ഒരു 1/2 ഇഞ്ച് കൂടി കൂട്ടിയിട്ട് 6.5 കൊടുക്കാം. ഞാനിവിടെ അങ്ങനെ കൊടുക്കുന്നില്ല. ഇനി നമ്മൾ ആ ഒരു ഷോൾഡറിൻ്റെ മുകളിൽ മാർക്ക് ചെയ്ത പോയിന്റും കൈക്കുഴിക്ക് താഴെ മാർക്ക് ചെയ്ത പോയിന്റും തമ്മിൽ ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് വരയ്ക്കുന്നുണ്ട്. ഇനി കൈക്കുഴി വരയ്ക്കാനായിട്ട് ഈ ഒരു സ്കെയിലിനെ ഇതുപോലെ ആ ഒരു ലൈൻ്റെ എഡ്ജിൽ ഇതുപോലെ ഒന്ന് വെച്ചിട്ട് ഈ ഒരു സൈഡിലേക്ക് ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു കോർണർ ഭാഗത്ത് നമ്മൾ ടേപ്പ് ഇതുപോലെ ഒന്ന് ചെരിച്ച് വെച്ച് കൊടുക്കുക. 1.5 ഇഞ്ചിലാണ് ഇങ്ങനെ ടേപ്പ് വെച്ച് കൊടുക്കേണ്ടത്. എന്നിട്ട് ആ ഒരു 1.5 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്യുക. ഇനി കൈക്കുഴി വരയ്ക്കാനായിട്ട് ഈ ഒരു ലൈനിൻ്റെ സെൻറ്റർ പോയിന്റിൽ നിന്ന് ഈ അടിയിലത്തെ ലൈനിൻ്റെ സെൻറ്റർ പോയിന്റിലേക്ക് ആ ഒരു 1.5 ഇഞ്ച് വരച്ചു കൊടുത്ത പോയിന്റിലൂടെ ടച്ച് ചെയ്തൊന്ന് കർവാക്കി വരച്ചു കൊടുക്കണം. ഇതുപോലെ ആ ഒരു സെൻറ്ററിൽ വരച്ച ആ ഒരു പോയിന്റിൽ 1.5 ഇഞ്ച് മാർക്കിങ്ങിൽ ടച്ച് ആവുന്ന രീതിയിൽ കർവായിട്ട് വരച്ചു കൊടുത്തു. ഇനി അതിനോട് ചേർത്ത് തന്നെ അതിൻ്റെ അടിവശത്തേക്ക് ഞാൻ ഇതുപോലെ ഒരു 1/4 ഇഞ്ച് കൂടി ഒന്ന് കുഴിച്ച് വരയ്ക്കുന്നുണ്ട്. നമ്മുടെ ഫ്രണ്ട് കൈക്കുഴിക്ക് വേണ്ടിയിട്ടാണ്. ഇതുപോലെയാണ് വരച്ചു കൊടുത്തേക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ ചെസ്റ്റിൻ്റെ മെഷർമെൻ്റ് ആണ് കൊടുക്കാനുള്ളത്. ഈ ഒരു ലൈൻ ഉണ്ടല്ലോ, നമ്മൾ കൈക്കുഴിയിൽ വരച്ചു കൊടുത്ത ആ ഒരു ലൈനിലേക്ക് കയറ്റിയിട്ടാണ് ഞാൻ ആ ഒരു മാർക്കിങ് കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു ചെസ്റ്റ് സൈസ് വന്നിട്ട് 35 ഇഞ്ചാണ്. അതിനെ ഞാൻ 4 വെച്ച് ഡിവൈഡ് ചെയ്തപ്പോൾ കിട്ടിയ 8.25 ഇഞ്ച് ഞാനൊന്ന് ആദ്യം മാർക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ നമ്മുടെ തയ്യൽ തുമ്പോട് കൂടിയിട്ട് 2 ഇഞ്ച് തയ്യൽ തുമ്പോട് കൂടി 10.25 ഇഞ്ചൊന്ന് രണ്ടാമതും മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ ഈ മാർക്ക് ചെയ്ത പോയിന്റ് 8.25 ഇഞ്ചും ഇപ്പോൾ മാർക്ക് ചെയ്യുന്ന ഈ രണ്ടാമത്തെ പോയിന്റ് 10.25 ഇഞ്ചും. ഇനി നമുക്ക് വേസ്റ്റിൻ്റെ ലെങ്ത്ത് നോക്കാം. വേസ്റ്റ് ലെങ്ത്ത് ഞാൻ 14 ഇഞ്ചിലാണ് കൊടുക്കുന്നത്. എൻ്റെ വേസ്റ്റ് മെഷർമെൻറ്റ് റൗണ്ട് ചെയ്തെടുക്കുക. എൻ്റെ വേസ്റ്റ് മെഷർമെൻറ്റ് വന്നിട്ട് 29 ഇഞ്ചസ് ആണ്. അതിനെ ഞാൻ 4ആയിട്ട് ഡിവൈഡ് ചെയ്തപ്പോൾ കിട്ടിയ 7.25 ഇഞ്ചൊന്ന് ആദ്യം മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെയായിട്ട് 7.25 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പ്രിൻറ്റഡ് മെറ്റീരിയൽ ആയതുകൊണ്ടൊന്ന് കട്ടിക്ക് വരച്ചിട്ടുണ്ട്. ഇനി വേസ്റ്റ് ഭാഗത്തെ തയ്യൽ തുമ്പ് കൊടുക്കാം. 2 ഇഞ്ചോട് കൂടിയിട്ട് ഞാൻ ഇവിടെ 9.25 അതിനോട് ചേർത്തൊന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് കൂടുതൽ തയ്യൽ തുമ്പ് വേണമെങ്കിൽ 2.5 ഇഞ്ചും കൊടുക്കാം. ഇനി ആദ്യത്തെ ആ ഒരു 7.25 രണ്ടാമത്തെ പോയിന്റ് വരുന്നതാണ് 9.25 ഇഞ്ച്. ഇനി നമുക്ക് ഹിപ്പിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യാം. ഹിപ്പ് ലെങ്ത്ത് ഞാനിവിടെ 20 ഇഞ്ചിലാണ് കൊടുക്കുന്നത്. എ ലൈനിൽ നമ്മൾ ഹിപ്പിൻ്റെ മുകൾ ഭാഗത്ത് വരെ ഷേപ്പ് ചെയ്യത്തുള്ളൂ, ബാക്കി ലൂസായിട്ട് ഇടാൻ ചെയ്യാം. അപ്പോൾ ഹിപ്പിൻ്റെ മുകളിലേക്ക് കയറ്റി കൊടുക്കാനായിട്ട് ഞാനിവിടെ 20 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് 20 ഇഞ്ചോ 19 19.5 കൊടുക്കാം. സൈഡ് സ്ലിറ്റിനെക്കാട്ടിലും 1 1.5 ഇഞ്ചോ കുറച്ച് കൊടുക്കുക ലെങ്ത്ത് കൊടുക്കുമ്പോൾ. ഇനി ആ ഒരു ലെങ്ത്ത് കൊടുത്ത ഭാഗത്ത് ഇതുപോലെ ടേപ്പ് ഒന്ന് വട്ടം വയ്ക്കുക. എൻ്റെ ഹിപ്പ് റൗണ്ടും വന്നിട്ട് 35 ഇഞ്ച് തന്നെയാണ്. അപ്പോൾ അതേ ഡിവൈഡഡ് ബൈ 4 ചെയ്യുമ്പോൾ കിട്ടുന്ന 8.25 ഞാനൊന്ന് ആദ്യം മാർക്ക് ചെയ്യുന്നുണ്ട്. 2 ഇഞ്ച് തയ്യൽ തുമ്പോട് കൂടി 10.25 ഇഞ്ച് ഇവിടെ രണ്ടാമതും മാർക്ക് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയിട്ട് കാണാനായിട്ട് മെഷർമെൻറ്റ് ഒന്നും കൂടെ കാണിക്കാം. ആദ്യം വരച്ചു കൊടുത്തിരിക്കുന്നതാണ് ബാക്ക് കൈക്കുഴി, ഇറക്കി വരച്ചു കൊടുത്തിരിക്കുന്നതാണ് ഫ്രണ്ട് കൈക്കുഴി വരുന്നത്. ഇനി ആ ഒരു ലൈനോട് ചേർന്ന് നമ്മുടെ ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട് 8.25 10.25. ഇനി ഇവിടെ ആ ഒരു വേസ്റ്റ് മെഷർമെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട് 7.25 ഇഞ്ചും 9.25 ഇഞ്ചും. ആ താഴെയായിട്ട് ഹിപ്പിൻ്റെ ഭാഗത്ത് അതുപോലെ തന്നെ 2 മെഷർമെൻറ്റ്സും കൊടുത്തിട്ടുണ്ട് 8.25 ഇഞ്ചും 10.25 ഇഞ്ചും.
ഇനി ഷേപ്പ് വരച്ചെടുക്കാം. ആദ്യം കൊടുത്തിരിക്കുന്ന പോയിന്റ്സ് ഉണ്ടല്ലോ 8.25 ഇഞ്ച്, ആ ഒരു 8.25 ഇഞ്ചിൽ നിന്ന് സ്കെയിലൊന്ന് ചരിച്ച് താഴത്തെ ഒരു 7.25 ഇഞ്ച് മാർക്ക് കൊടുത്ത പോയിന്റിലേക്ക് ഒന്ന് ചെരിച്ച് വെക്കുക. എന്നിട്ട് അതിനെ ഒന്ന് കണക്ട് ചെയ്ത് വരയ്ക്കാം. അതുപോലെ തന്നെ ആ ഒരു പോയിന്റിൽ നിന്ന് ഹിപ്പിൻ്റെ ഭാഗത്ത് ആദ്യം കൊടുത്തിരിക്കുന്ന 8.25 ഇഞ്ചിലേക്ക് സ്കെയിൽ ഇതുപോലെ ഒന്ന് ചെരിച്ച് വെച്ച് വരയ്ക്കാം. രണ്ടാമത് തയ്യൽ തുമ്പ് കൊടുത്തിരിക്കുന്ന മാർക്കിങ്സും അതേപോലെ തന്നെ ഒന്ന് വരച്ചെടുക്കണം. അപ്പോൾ ആദ്യത്തെ പോയിന്റ്സ് തമ്മിൽ ഇതുപോലെ ഒന്ന് സ്കെയിൽ ചെരിച്ച് വെച്ചു, ഇതുപോലെ ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ രണ്ടാമത്തെ പോയിന്റും ഹിപ്പിൻ്റെ ഭാഗത്ത് കൊടുത്തിരിക്കുന്ന പോയിന്റും ഇതുപോലെ വരച്ചു. ഇനി നമ്മുടെ തയ്യൽ തുമ്പ് കൊടുത്തിരിക്കുന്ന 3 പോയിന്റ്സും അതേപോലെ തന്നെ സ്കെയിൽ വെച്ചിട്ടൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം ഇത്രയാണ് നമ്മുടെ ഒരു ബോഡി ഷേപ്പ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകാനായിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് സ്കെയിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇതൊന്ന് വരച്ചിടുന്നുണ്ട്. ഇത്രയുമാണ് നമ്മുടെ ഒരു ബോഡി മെഷർമെൻറ്റ്സ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു കുർത്തയുടെ ഫുൾ ലെങ്ത് ഒന്ന് മെഷർ ചെയ്ത് കൊടുക്കാം. ബോട്ടം ഒന്നും യൂസ് ചെയ്യാതെ ഒരു ഡ്രസ്സ് പാറ്റേണിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിത് സ്റ്റിച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് അത്യാവശ്യം നല്ല ലെങ്ത്തിൽ വേണം. അപ്പം ഞാനിവിടെ ടോട്ടൽ ലെങ്ത് എടുത്തേക്കുന്നത് 49 ഇഞ്ചാണ്. അടി മടക്കി അടിച്ച് നമ്മുടെ ഷോൾഡറും കൂടി അറ്റാച്ച് ചെയ്തൊക്കെ വരുമ്പം എനിക്കൊരു 47.5 ഇഞ്ചിൽ ആ ഒരു കുർത്ത കിട്ടും. അപ്പം നിങ്ങൾക്ക് എത്ര ഇഞ്ച് ലെങ്ത്തിലാണോ നിങ്ങൾക്ക് ഈ ഒരു ഡ്രസ്സ് വേണ്ടത് അതിൽ നിന്ന് 1.5 ഇഞ്ച് കൂടുതൽ ഫുൾ ലെങ്ത് എടുക്കാം. ഇനി ഹിപ്പിൻ്റെ ഭാഗത്ത് നമ്മൾ തയ്യൽ തുമ്പ് കൊടുത്ത ആ ഒരു പോയിന്റിൽ നിന്ന് ആ ഒരു രണ്ടാമത് കൊടുത്ത ആ ഒരു പോയിന്റിൽ നിന്ന് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് താഴത്തേക്ക് ആ ഒരു ക്ലോത്ത് മാക്സിമം കിട്ടാവുന്ന രീതിയിൽ ചരിച്ച് വരയ്ക്കുക. കർവ് ഷേപ്പിൽ വരയ്ക്കരുത്. അപ്പം ഇതാണ് നമ്മൾ ആ ഒരു മുകൾ ഭാഗത്തു നിന്ന് മുതൽ ഈ രീതിയിലാണ് നമ്മൾ നോർമൽ ലൈൻ പോലെ തന്നെ ഇത് വരച്ചെടുത്തേക്കുന്നത്. ഇനി ഈ ഒരു താഴത്തെ ഭാഗത്ത് നോർമൽ ലൈനിൽ നമ്മളൊരു 2.25 ഇഞ്ചോ 3 ഇഞ്ചോ കയറ്റിയിട്ട് ഒരു മാർക്കിംഗ് കൊടുത്ത് കട്ട് ചെയ്തെടുക്കും. അപ്പോഴാണ് കറക്റ്റ് നമ്മുടെ ഒരു ടോപ്പ് സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് അടിയിൽ ലെവൽ ചെയ്തൊന്ന് കിട്ടാം. ഇവിടെ നമ്മൾ ഈ ഒരു സൈഡിൽ മുകളിലേക്ക് കയറ്റിയിട്ട് ഞാനൊരു 6.5 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒത്തിരി മുകളിലേക്ക് ടോപ്പ് കയറി നിൽക്കണ്ട എന്നുള്ളവർക്കാണെങ്കിൽ 6 ഇഞ്ചോ 6.5 ഇഞ്ചോ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. അതല്ല ആ ഒരു സൈഡിൽ ടോപ്പ് കുറച്ച് കയറി നിൽക്കുന്നത് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ 7 8 ഒക്കെ കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഒരു ചോയ്സ് പോലെ അവിടെ മാർക്കിംഗ് കൊടുക്കുക. ഇനി ഞാനിവിടെ ഒരു 6.5 ഇഞ്ച് മുകളിലേക്ക് കയറ്റി മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ ഒരു മാർക്കിങ്ങിൽ നിന്ന് നമുക്ക് ഈ ഒരു ക്ലോത്തിൻ്റെ ഈ ഒരു മടക്കിയിട്ടിരിക്കുന്ന അറ്റത്തേക്ക് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. സ്കെയിൽ വെച്ചിട്ട് സ്ട്രെയിറ്റ് ആയിട്ടൊന്നും വരയ്ക്കേണ്ട, നമുക്കിങ്ങനെ കൈക്ക് തന്നെ വരച്ച് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഒരു പോയിന്റിൽ വരയ്ക്കുമ്പോൾ ഈ ഒരു എഡ്ജിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചെറിയൊരു കർവ് പോലെ വരാം, ഒത്തിരി വളയ്ക്കരുത്. എന്നിട്ട് ആ ഒരു അറ്റത്തേക്ക് വരുമ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് വരാം. അപ്പോൾ ആ രീതിയിൽ വരയ്ക്കാം. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ ബാക്ക് കൈക്കുഴിയാണ് കട്ട് ചെയ്തേക്കുന്നത്. എന്നിട്ട് അടിയിലും നമ്മൾ വരച്ചിരിക്കുന്ന ആ ഒരു ഷേപ്പ് കീപ്പ് ചെയ്ത് തന്നെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു അറ്റത്തേക്ക് ചേർത്തൊന്ന് കട്ട് ചെയ്ത് നിർത്തി. ഇനി നമുക്ക് ഇവിടെ ഒന്നും കൂടി സൈഡിലേക്ക് ചെരിച്ച് വരയ്ക്കാനുണ്ട്. കാരണം ഇത് ഓൾറെഡി ഭയങ്കര വീതി കുറഞ്ഞ ക്ലോത്താണ്. 44 ഇഞ്ചാണ് ഈ ഒരു ക്ലോത്തിന് ആകെ വീതിയുള്ളൂ. അപ്പം നമ്മളൊരു 6 ഇഞ്ച് മുകളിലേക്ക് ഒരു 6.5 ഇഞ്ച് മുകളിലേക്ക് കയറ്റി ഒരു മാർക്കിംഗ് കൊടുത്തിട്ട് വരച്ചപ്പോൾ ഇവിടുത്തെ വീതി കുറഞ്ഞു പോയിട്ടുണ്ട്. ഇപ്പോൾ ഒരു 19.5 ഇഞ്ചൊക്കെയാണ് അവിടുത്തെ ഒരു വീതി കിട്ടുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഒട്ടും ഫ്ലെയർ ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ ഇതുപോലെ ഈ ഒരു ക്ലോത്തിൻ്റെ മാക്സിമം കിട്ടാവുന്ന രീതിയിൽ ഇതുപോലെ ചേർത്ത് ജോയിൻ ചെയ്ത് വരയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇത് തുടക്കമേ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ആർക്കും മനസ്സിലാവില്ല, തുടക്കക്കാർക്ക് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഇതൊരു കട്ട് ചെയ്തതിന് ശേഷം ഇതൊന്നും ഞാനിങ്ങനെ വരച്ച് കാണിച്ചത് കേട്ടോ, അവർക്ക് കൂടെ ക്ലിയർ ആവാനായിട്ട്. ഇനി 46 ഇഞ്ച് വിടുത്തുള്ള ക്ലോത്തിലാണ് നിങ്ങൾ വരയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ ചേർത്ത് വരയ്ക്കേണ്ട ആവശ്യം വരില്ല. കാരണം ഒത്തിരി ഫ്ലെയർ വന്നാലും നമ്മൾ ഈ കൊടുക്കുന്ന ഒരു ഷേപ്പ് എടുത്ത് കാണിക്കില്ല. അപ്പോൾ അതുകൊണ്ട് വിട്ട് നോക്കിയിട്ട് ഇതുപോലെ വരയ്ക്കുക. എന്നിട്ട് ആ രണ്ടാമത് ഇപ്പോൾ നമ്മൾ വരച്ചു കൊടുത്ത ലൈനിൽ കൂടെയാണ് ഇത് മുകളിലേക്ക് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ ഇത് കട്ട് ചെയ്ത് മാറ്റി കഴിയുമ്പോൾ ഇതുപോലെയാണ് കേട്ടോ ഇതിൻ്റെ ഒരു അടിവശത്തെ ഷേപ്പ് വരിക. അത്യാവശ്യം ഇത്രയും തന്നെ ചെരിഞ്ഞിട്ടായിരിക്കും ഉണ്ടാവുക കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു മുകൾ ഭാഗത്ത് നമ്മൾ ആ ഒരു ഭാഗം ഫോൾഡഡ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്, അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതുപോലെ ഓപ്പൺ ആക്കി ഷോൾഡർ ഭാഗം ഓപ്പൺ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതാണ് നമ്മുടെ ആ ഒരു കുർത്തയുടെ ഫുള്ളായിട്ടുള്ള ഷേപ്പ് വരുന്നത് കേട്ടോ. താഴെ ആ ഒരു നന്നായിട്ട് ചെരിഞ്ഞാണ് വന്നേക്കുന്നത്. ഇനി നമുക്ക് ലൈനിങ് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ 2 ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനുള്ള ലൈനിങ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് തേരുവശം വരുന്ന രീതിയിൽ മടക്കിയിട്ടിട്ടുണ്ട്. ഫ്രണ്ട് പോർഷനുള്ള ലൈനിങ്ങും അങ്ങനെ തന്നെ തേരുവശം വരുന്ന രീതിയിൽ മടക്കിയിട്ടിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ മെയിൻ ഫാബ്രിക്കിൻ്റെ ആ ഒരു ഫ്രണ്ട് പോർഷനാണ് ഞാൻ എടുത്ത് വെച്ചേക്കുന്നത്. ഇതുപോലെ വെച്ചിട്ട് ചേർത്ത് വരച്ചു കൊടുക്കാം കേട്ടോ. ആ ഒരു ഷേപ്പിനനുസരിച്ച് ചേർത്ത് വരച്ചു കൊടുക്കണം. അപ്പോൾ ഈ ഒരു ഭാഗം വരെ ഇതുപോലെ ചേർത്ത് വരയ്ക്കുന്നുണ്ട്. ഇനി ഒരു ലൈനിങ് ക്ലോത്തിന് വിഡ്ത്ത് കുറവായതുകൊണ്ട് തന്നെ ബാലൻസ് താഴത്തേക്ക് ഇതുപോലെ ഫുള്ളായിട്ട് കിട്ടാവുന്ന രീതിയിൽ അങ്ങ് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ടൊരു 7 ഇഞ്ച് മുകളിലേക്ക് ഇതുപോലെ ടേപ്പ് ഒന്ന് വെച്ചിട്ട്
ഇതുപോലെ ഒരു മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് സെയിം ആ ഒരു എഡ്ജ് പോയിന്റിലേക്ക് നമ്മൾ മെയിൻ ഫാബ്രിക്കിൽ കൊടുത്ത ആ ഒരു ഷേപ്പ് തന്നെയാണ് വരച്ചു കൊടുക്കുന്നതും. ഓൾറെഡി ഞാനിവിടെ ലൈനിങ് ക്ലോത്തിൻ്റെ ഫുൾ ലെങ്ത്ത് ഒരു 3 ഇഞ്ച് കുറച്ചിട്ടാണ്, മെയിൻ ക്ലോത്തിനേക്കാളും 3 ഇഞ്ച് കുറച്ചിട്ടാണ് എടുത്തത്. എന്നിട്ട് ഈ ഒരു ഷേപ്പ് ഇതുപോലെ തന്നെ വരച്ചിട്ട് നമ്മൾ ആ ഒരു ക്ലോത്ത് ഇതുപോലെ ഒന്ന് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മുടെ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് നമ്മളിതാ ഒരു ബാക്കിൻ്റെ പോർഷൻ ഞാൻ ഇതുപോലെ ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി ഒരു ഫ്രണ്ട് പോർഷനും നമ്മുടെ മെയിൻ ഫാബ്രിക്കിൻ്റെ ഒരു ഫ്രണ്ട് പോർഷനും മാത്രം ഇതുപോലെ ഒന്ന് ചേർത്തിടുക. എന്നിട്ട് കൈക്കുഴി നമ്മൾ 1/4 ഇഞ്ച് കുഴിച്ച് വെട്ടിയത് രണ്ടും ചേർത്തൊന്ന് കുഴിച്ച് വെട്ടി കൊടുക്കുന്നുണ്ട്. ഇനി സ്ലീവിനുള്ള ക്ലോത്ത് കട്ട് ചെയ്യാനായിട്ട് ഒരു ഡ്രസ്സിൻ്റെ ബാക്ക് പോർഷൻ ഇതുപോലെ ഒന്ന് മടക്കിയിട്ടിട്ട് കൈക്കുഴിയുടെ മെഷർമെൻറ്റ് എടുക്കുന്നുണ്ട്. മുകളിൽ നിന്ന് അരയിഞ്ച് വിട്ടിട്ടാണ് ടേപ്പ് വെച്ച് കൊടുത്തത്. എന്നിട്ട് ഇതുപോലെ ആ ഒരു കർവ് ഭാഗമൊക്കെ വരുമ്പോൾ കറക്റ്റ് ചെയ്ത് പിടിച്ചിട്ട് എത്രയാണ് ഈ ഒരു കർവ് ഷേപ്പിൻ്റെ ലെങ്ത് എന്ന് നോക്കാം. എനിക്ക് 9 ഇഞ്ചാണ് ലെങ്ത് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഈ ഒരു മുകൾ ഭാഗത്ത് അരയിഞ്ച് വിട്ടിട്ട് വേണം ടേപ്പ് വെക്കാനായിട്ട്. ഇതുപോലെ ബാലൻസ് വന്ന ക്ലോത്ത് ഞാൻ സ്ലീവിനായിട്ട് എടുത്തിട്ടുണ്ട്. ആ 2 പീസും ഇതുപോലെ അടിയിലും മുകളിലും ആയിട്ട് മടക്കിയാണ് ഇട്ടേക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ ഒരു വീതി അറിയാനാണ് നമ്മൾ ആദ്യമേ തന്നെ ആ ഒരു കൈക്കുഴിയിൽ നിന്ന് മെഷർ ചെയ്തെടുത്തത്. അപ്പോൾ എനിക്കൊരു 9 ഇഞ്ചാണ് കിട്ടിയത്. പക്ഷെ നമുക്ക് ഫുള്ളായിട്ട് ആ ഒരു മെഷർമെൻറ്റ് വേണ്ട, ഒരു 3/4 ഇഞ്ചോ 1 ഇഞ്ചോ നമുക്ക് കുറച്ച് കൊടുക്കാം. ഞാനിവിടെ 9 ഇഞ്ച് കിട്ടിയതിന് 8.25 ഇഞ്ച്, 3/4 ഇഞ്ച് കുറച്ചിട്ട് 8.25 ഇഞ്ച് വീതിയാണ് സ്ലീവിന് കൊടുക്കുന്നത്. ഇനി ഇവിടെ ലെങ്ത്ത് ഞാൻ ഈ ലെങ്ത്ത് വരച്ച് കൊടുത്തേക്കുന്നത് 6 ഇഞ്ചാണ്. ഇനി നമുക്ക് ഇത് 2 ക്ലോത്ത് പീസും അടിയിലും മുകളിലായിട്ടാണ്. അപ്പോൾ ഇനി ഒരു വരയ്ക്കാനായിട്ട് ഇനി ഇതിനെ ഒരുമിച്ചൊന്ന് ഞാൻ മടക്കിയിടുന്നുണ്ട്. ഇതുപോലെ ആ ഒരു കട്ട് ചെയ്തെടുത്ത ക്ലോത്തിൻ്റെ പീസിലേക്ക് ഇതുപോലെ തന്നെ നല്ല വശം ചേർന്ന് വരുന്ന രീതിയിൽ രണ്ട് സ്ലീവിൻ്റെ ആ ഒരു ക്ലോത്ത് പീസും ഇതുപോലെ ഒന്ന് മടക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വരച്ച് തുടങ്ങാം. ആ ഒരു ഫോൾഡഡ് ഭാഗത്തിൻ്റെ ഭാഗത്തായിട്ട് ഒരു 3 ഇഞ്ച് ഇതുപോലെ ഒന്ന് ടേപ്പ് വെച്ചിട്ട് ഞാനൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സൈഡിലും 3 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഈ 3 ഇഞ്ചും തമ്മിലൊന്ന് ജോയിൻ ചെയ്ത് വരച്ചു കൊടുക്കാം. ഇനി ഒരു കോർണറിൽ നിന്ന് ഈ ഒരു കോർണറിലേക്ക് ഇതുപോലെ സ്കെയിലൊന്ന് വെച്ചിട്ട് ചെരിച്ച് വരച്ചു കൊടുക്കണം. തുടക്കക്കാർക്കും കൂടി മനസ്സിലാവാനാണ് ഇതുപോലെ ഡീറ്റെയിൽ ആയിട്ട് സ്ലീവ് കട്ട് ചെയ്യുന്നത് കാണിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു ചെരിച്ച് വരച്ച് കൊടുത്ത ലൈനിൻ്റെ ഫുള്ള് ലെങ്ത് ഒന്ന് മെഷർ ചെയ്തെടുത്തു. 9 ഇഞ്ച് ഉണ്ട്. ഇനി ഞാൻ അതിൻ്റെ സെൻറ്റർ പോയിന്റ് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. 4.5 ഇഞ്ചിനൊരു മാർക്കിങ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൈയുടെ ഷേപ്പ് വരയ്ക്കാം. ഈ ഒരു ഭാഗത്ത് മുകളിലെ കോർണറിൽ ഒരു 3/4 ഇഞ്ച് വിട്ടിട്ട് വേണം കർവ് ഷേപ്പ് വരച്ച് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഒരു 3/4 ഇഞ്ച് വിട്ടതിന് ശേഷം ആ ഒരു സെൻറ്റർ പോയിന്റിലേക്ക് ഒരു കർവ് ഷേപ്പിൽ വരച്ചെത്തിക്കുക. എന്നിട്ട് ആ ഒരു സെൻറ്റർ പോയിന്റിൻ്റെ താഴത്തേക്കും ഒരു കർവ് ഷേപ്പിൽ തന്നെ വരച്ച് ഈ ഒരു അറ്റത്തേക്കൊന്ന് ജോയിൻ ചെയ്ത് വരച്ചു കൊടുക്കുകയാണ് വേണ്ടത് കേട്ടോ. സ്റ്റാർട്ടിങ്ങിലൊക്കെ നമുക്ക് ഇതുപോലെ ഇത്ര ലൈൻസൊക്കെ ഇട്ട് വരച്ചാൽ മതി. അല്ലാതെ പിന്നെ വരയ്ക്കുമ്പോൾ നമ്മുടെ കൈക്ക് ഇത് വഴങ്ങിക്കോളും. അപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് നമ്മളിത് വരച്ചെടുത്തേക്കുന്നത്. ഇനി നമ്മൾ ആ ഒരു കോർണർ ഭാഗത്തായിട്ട് ഇതുപോലെ 2 ഇഞ്ചൊന്ന് മാർക്ക് കൊടുക്കുന്നുണ്ട്. തയ്യൽ തുമ്പാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ബോഡിയിലും നമ്മൾ 2 ഇഞ്ചാണ് കൊടുത്തേക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ അടിയിലെ വിഡ്ത്താണ് കൊടുക്കാനുള്ളത്. എവിടെയാണോ സ്ലീവ് ലെങ്ത് വരിക അവിടെ നമ്മുടെ കൈയുടെ ഭാഗത്തൊന്ന് ടേപ്പ് റൗണ്ട് ചെയ്ത് പിടിക്കുക. എനിക്ക് 11 ഇഞ്ചാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ അതിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്ത് ഒരു 5.5 ഇഞ്ച് ഞാൻ ആദ്യം മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് തയ്യൽ തുമ്പ് ഞാൻ ഇവിടെ അടിവശത്ത് കൊടുക്കുന്നത് 1.5 ഇഞ്ചാണ്. ആ ഒരു 1.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് 2 ഇഞ്ച് വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. തയ്യൽ തുമ്പ് ഒരുപാട് വേണം എന്നുള്ളവർക്ക്. ഇനി നമുക്ക് മുകളിൽ കൊടുത്തിരിക്കുന്ന ഈ പോയിന്റും താഴെ കൊടുത്തിരിക്കുന്ന 5.5യും ഇതുപോലെ സ്കെയിലൊന്ന് വെച്ച് ചെരിച്ച് വരച്ചു കൊടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ തയ്യൽ തുമ്പ് നമ്മൾ ആ ഒരു കോർണർ പോയിന്റിൽ സ്കെയിൽ വെച്ചിട്ട് വേണം തയ്യൽ തുമ്പിലേക്ക് വരയ്ക്കാനായിട്ട്. ആ ഒരു കോർണർ പോയിന്റിൽ നിന്ന് സ്കെയിൽ ഇതുപോലെ ചെരിച്ചിട്ട് തയ്യൽ തുമ്പിലേക്ക് വെച്ച് കൊടുത്തു. എന്നിട്ട് ഇതുപോലെ ഒന്ന് സ്കെയിൽ വെച്ചിട്ട് അതും ഒന്ന് ചെരിച്ച് വരയ്ക്കുന്നുണ്ട്. ഇനി സ്ലീവ് കട്ട് ചെയ്യാം. മുകളിൽ നമ്മളൊരു 3/4 ഇഞ്ച് വിട്ടിട്ടാണ് ഇവിടെ ഒരു കർവ് വരച്ച് സ്റ്റാർട്ട് ചെയ്തത്. അതേപോലെ തന്നെ 3/4 ഇഞ്ച് വിട്ടിട്ട് ആ ഒരു കർവ് വരച്ച സ്റ്റാർട്ടിങ് പോയിന്റിൽ നിന്ന് തന്നെ ഇതുപോലെ ആ ഒരു ഷേപ്പ് നോക്കി കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു ഭാഗത്ത് വരുമ്പോൾ കുഴിച്ചിതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇനി തയ്യൽ തുമ്പിൻ്റെ ആ ഒരു സൈഡിൽ വരുന്ന ബാലൻസ് ക്ലോത്ത് പീസും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. ഇനി ആ സ്ലീവിനെ ഒന്ന് നിവർത്തി വെച്ചിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി നല്ല വശം ചേർത്താണ് ഇട്ടേക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു ഭാഗത്ത് ഇതുപോലെ 4 ഇഞ്ചൊന്ന് കുഴിച്ച് വരച്ചിട്ട് ആ ഒരു കുഴിച്ച് വരച്ച ഭാഗം ഇതുപോലെ 2 സ്ലീവിൽ നിന്നും ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഫ്രണ്ട് കൈക്കുഴിക്ക് വേണ്ടിയിട്ടാണ് 4 ഇഞ്ച് കുഴിച്ച് വരച്ചേക്കുന്നത്. എന്നിട്ട് ഇതുപോലെ ഒന്ന് മടക്കുക. ഒരു മുകൾ ഭാഗത്ത് അതിൻ്റെ സെൻറ്റർ പോയിൻ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി നെക്ക് വരയ്ക്കാനായിട്ട് ഒരു ക്യാൻവാസ് പേപ്പറിന് ഇതുപോലെ ഒന്ന് മടക്കി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ മടക്കി എടുത്ത് കഴിയുമ്പോൾ ഇതിൻ്റെ വീതി വരുന്നത് ഒരു 5 ഇഞ്ച് വീതിയും ലെങ്ത് ഒരു 6 ഇഞ്ചോളം ലെങ്ത്തും കൊടുത്തിട്ടുണ്ട്.
ഈ ഒരു പേപ്പറിൽ നമുക്കിനി നെക്ക് വരയ്ക്കാം. ആ ഒരു ഫോൾഡഡ് ഭാഗത്ത് ഇതുപോലെ മുകൾ വശത്തായിട്ട് 3 ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പം ജ്വൽ നെക്ക് ആയതുകൊണ്ടാണ് 3 ഇഞ്ച് മാർക്ക് ചെയ്തത്. ലെങ്ത്തും ഞാൻ ഒരു 3.25 ഇഞ്ചാണ് ലെങ്ത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പം ലെങ്ത്ത് നെക്ക് ഇച്ചിരി ഇറങ്ങിയിരിക്കണം എന്നുള്ളവർക്ക് 3.5 കൊടുക്കാം. നന്നായിട്ട് കയറിയിരിക്കണം എന്നുള്ളവർക്ക് 3.25 കൊടുത്ത് കട്ട് ചെയ്യാം. എന്നിട്ട് ഇതുപോലെ അതിനൊരു ബോക്സ് ഷേപ്പിലാക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഈ ഒരു നെക്കിൻ്റെ ഷേപ്പ് വരയ്ക്കാനായിട്ട് പോകുന്നത്. ഇനി നമ്മൾ ഒത്തിരി കുഴിച്ച് വരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ജ്വൽ നെക്കായിട്ട് ഫീൽ ചെയ്യില്ല. കുറച്ചൊരു വിഡ്ത്ത് കാണും ആ ഒരു നെക്കിന്. അതുകൊണ്ട് ഞാൻ ആ ഒരു സെൻറ്റർ പോയിന്റിൽ നിന്ന് ജസ്റ്റ് ഒന്ന് കർവ് പോലെ വരച്ചു കൊടുക്കുന്നുള്ളൂ. ഇതുപോലെ ആ ഒരു ലൈൻ്റെ സെൻറ്റർ പോയിന്റിൽ നിന്ന് ഇപ്പം താഴത്തെ ലൈൻ്റെ ആ ഒരു സെൻറ്റർ പോയിന്റിലേക്ക് കർവ് ഷേപ്പിലൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി എത്രയാണോ ക്യാൻവാസ് പേപ്പറിൻ്റെ വിഡ്ത്ത് വേണ്ടത് അതിനനുസരിച്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാൻ 3/4 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. മുകളിൽ നിന്ന് മുതൽ നമ്മുടെ ആ ഒരു നെക്കിൻ്റെ കർവ് ഷേപ്പൊക്കെ വരുമ്പോൾ ഇതുപോലെ ടേപ്പിനെ ആ ഒരു കർവ് ഷേപ്പിൽ ഇതുപോലെ ചെരിച്ച് പിടിക്കുക. എന്നിട്ട് 3/4 ഇഞ്ച് ഇതുപോലെ താഴെ വരെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ആ ഒരു കൊടുത്ത മാർക്കിങ്ങിനെ എല്ലാം കൂടി ഒന്ന് ജോയിൻ ചെയ്ത് ചേർത്ത് വരച്ചെടുക്കണം. ഇനി നെക്കിൻ്റെ ഇത് കട്ട് ചെയ്തെടുക്കാം. താഴെ നമ്മൾ ആ ഒരു ആ ഒരു ഷേപ്പ് വരച്ച ലൈനിൽ കൂടെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട്. ഇനി ആ ഉള്ളിലത്തെ ക്യാൻവാസ് പേപ്പറിൻ്റെ പീസും ഇതുപോലെ തന്നെ ഉള്ളിൽ നിന്നൊന്ന് ആ ഒരു വരച്ച ഇതിൽ കൂടെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ നെക്കിൻ്റെ ഷേപ്പ്. ഇനി ബാക്ക് നെക്കിന് നമ്മൾ ഇതുപോലെ ഒരു ക്യാൻവാസ് പേപ്പർ ഒന്ന് മടക്കി എടുത്തിട്ടുണ്ട്. മടക്കി കഴിയുമ്പോൾ 5 ഇഞ്ച് വീതിയും ഒരു 8.5 ഇഞ്ചോളം ലെങ്ത്തിലുമാണ് എടുത്തേക്കുന്നത്. എന്നിട്ട് മുകൾ ഭാഗത്തായിട്ട് നെക്ക് വിഡ്ത്ത് സെയിം ഫ്രണ്ടിൽ കൊടുത്ത പോലെ തന്നെ 3 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി താഴത്തേക്ക് ഒരു 2.5 ഇഞ്ചിലൊരു മാർക്കിംഗ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബാക്കിൽ സിബ് ഒന്നും യൂസ് ചെയ്യാതെ ഒരു ബാക്ക് ഓപ്പൺ ആയിട്ടുള്ള ഒരു നെക്ക് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഇങ്ങനെ മാർക്ക് ചെയ്യുന്നത്. ആ ഒരു 2.5 ഇഞ്ച് ഞാൻ ഇതുപോലെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനൊരു ബോക്സ് ഷേപ്പിലേക്കാക്കി ഇതുപോലെ മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ആ ഒരു നെക്കിൻ്റെ ഷേപ്പ് വരച്ചു കൊടുക്കാം. ജസ്റ്റ് ആ ഒരു സെൻറ്ററിൽ നിന്ന് മുതൽ ഈ ഒരു താഴത്തെ ലൈൻ്റെ സെൻറ്ററിലേക്ക് ഇതുപോലെ റൗണ്ട് നെക്കിൻ്റെ ഒരു ഷേപ്പ് പോലെ ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി താഴത്തേക്കുള്ള ലെങ്ത് ആണ് കൊടുക്കുന്നത്. ആ ഒരു കോർണർ ഭാഗത്ത് നിന്ന് താഴത്തേക്ക് ഞാനൊരു 4 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലെങ്ത്ത് കൊടുക്കുമ്പോൾ എപ്പോഴും ഇതുപോലെ താഴത്തേക്ക് ഈ ഒരു ഷേപ്പിൽ 4 ഇഞ്ചിൽ കുറയാതെ കൊടുക്കണം. കാരണം ഫ്രണ്ടിൽ ജ്വൽ നെക്ക് ആയതുകൊണ്ട്, അല്ലെങ്കിൽ നമുക്ക് സ്റ്റിച്ചിങ് കഴിഞ്ഞ് കഴിയുമ്പോൾ ആ നെക്ക് കഴുത്തിക്കടെ കടക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമ്മളെപ്പോഴും ലെങ്ത്ത് കൂട്ടി കൊടുക്കാം കേട്ടോ. 4 ഇഞ്ചിന് മുകളിലേക്ക് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. എന്നിട്ട് ഒരു ചെറിയൊരു കർവ് ഷേപ്പിൽ ആ ഒരു കൊടുത്ത 4 ഇഞ്ച് കൊടുത്ത പോയിന്റിലേക്ക് ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് വരച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു ഷേപ്പാണ് ഞാൻ കട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു ഷേപ്പിൻ്റെ ലെങ്ത്ത് നിങ്ങളുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് കൊടുക്കുക കേട്ടോ. ലെങ്ത്ത് കൂടുതൽ വേണം, എപ്പോഴും ലെങ്ത്ത് കുറയരുത്. ഇനി ഇതിൻ്റെ ഒരു വിഡ്ത്ത് ഞാൻ കൊടുത്തേക്കുന്നത് ഒരു 1/2 ഇഞ്ചാണ്. ഈ ഒരു കർവ് ഷേപ്പിന് കൊടുത്തിരിക്കുന്ന വിഡ്ത്ത്. നിങ്ങൾക്ക് 1/2 ഇഞ്ചിൽ കൂടുതൽ വേണമെങ്കിൽ കുറച്ച് വിടർന്ന് വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഇത്രയൊരു വിഡ്ത്ത് വേണ്ടാന്നുണ്ടെങ്കിൽ അതിലും കുറച്ചും വിഡ്ത്ത് കൊടുക്കാം. എന്നിട്ട് ആ ഒരു ഷേപ്പിനെ ഞാൻ ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ നെക്കിൻ്റെ ഒരു ഷേപ്പ് വരുന്നത്. ഇനി ക്യാൻവാസ് പേപ്പറിൻ്റെ വിഡ്ത്താണ് കൊടുക്കാനുള്ളത്. അത് ഇതുപോലെ ടേപ്പ് ഒന്ന് 3/4 ഇഞ്ചിൽ പിടിച്ച് ഇതുപോലെ ആ ഒരു നെക്കിൻ്റെ ഷേപ്പിനനുസരിച്ച് ഒന്ന് കൊടുക്കുന്നുണ്ട്. ഈ ഒരു കോർണർ ഭാഗം വരുമ്പോൾ ആ ഒരു കോർണറിൽ ടേപ്പ് പിടിച്ച് 3/4 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്തു. എന്നിട്ട് ബാലൻസ് താഴത്തെ ആ ഒരു ഷേപ്പിലേക്ക് ഇതുപോലെ 3/4 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് ഞാൻ ആ ഒരു മാർക്കിങ്സ് കൊടുത്തേക്കുന്നത്. ഇനി നമുക്കൊന്ന് ജോയിൻ ചെയ്ത് വരച്ചെടുക്കാം. മുകളിൽ നിന്ന് മുതൽ ആ ഒരു ഷേപ്പിനനുസരിച്ച് ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് ഫുൾ ആ ഒരു താഴെ നമ്മൾ കൊടുത്തിരിക്കുന്ന ആ ഒരു പോയിന്റ് വരെ ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് ഇതിനെ ഒന്ന് വരച്ചെടുക്കണം. ഇനി കട്ട് ചെയ്തെടുക്കാം. താഴേന്ന് മുതൽ നമ്മൾ ആ ഒരു വരച്ച ഷേപ്പിനനുസരിച്ച് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. പുറത്തെ ഷേപ്പ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അകത്താണ് കട്ട് ചെയ്തെടുക്കാനുള്ളത്. അകത്ത് ആ ഒരു റൗണ്ട് ഭാഗം അതുപോലെ ഈ ഒരു റൗണ്ട് ഷേപ്പിനനുസരിച്ച് ഇതുപോലെ ഫുള്ളായിട്ട് കട്ട് ചെയ്ത് നിർത്താം. ഇനി ഈ ഒരു എഡ്ജ് ഭാഗം കട്ടാകുന്ന രീതിയിൽ വേണം താഴത്തേക്ക് കട്ട് ചെയ്യാനായിട്ട്. നമുക്ക് അവിടെ ഒരു ചെറിയ ഓപ്പണിങ് വേണം. അതുകൊണ്ട് ഈ രീതിയിൽ വേണം അത് കട്ട് ചെയ്തെടുക്കാനായിട്ട്. ബാക്ക് നെക്കും കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓപ്പൺ ആക്കുമ്പോൾ നമുക്ക് ഈ രീതിയിലാണ് ആ ഒരു നെക്ക് കിട്ടേണ്ടത്. ഇനി ബാലൻസ് വന്ന 2 ക്ലോത്ത് പീസ് ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ആ നെക്ക് കട്ട് ചെയ്തെടുത്തതിൻ്റെ ആ ഒരു ഗ്ലേസിംഗ് ഉള്ള ഭാഗത്ത് പശയാണ്. ആ ഒരു ഭാഗം ഇതുപോലെ ക്ലോത്തിലേക്ക് വെച്ചിട്ട് നന്നായി അയൺ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുക. അതിന് മുന്നായിട്ട് വിഡ്ത്തൊന്ന് കറക്റ്റ് ചെയ്ത് പിടിക്കുക. 3 ഇഞ്ച് എടുക്കുമ്പോൾ ഇതുപോലെ 6 ഇഞ്ച് കിട്ടണം. എന്നിട്ട് അതൊന്ന് കറക്റ്റ് ചെയ്ത് പിടിച്ച് രണ്ടും ഇതുപോലെ നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി മുകളിലത്തെ ക്ലോത്ത് അതിൻ്റെ ഒപ്പവും താഴത്തെ ക്ലോത്ത് ഒരു 1/4 ഇഞ്ച് വിട്ടും കട്ട് ചെയ്ത് കളയാം കേട്ടോ. അപ്പോൾ ആ രീതിയിൽ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. മുകളിൽ ക്യാൻവാസ് പേപ്പറിനോട് ചേർത്തും താഴെ രണ്ടിൻ്റെയും താഴെ 1/4 ഇഞ്ച് ക്ലോത്ത് വിട്ടിട്ടുമാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. ഇനി ഇതുപോലെ മടക്കി അറ്റാച്ച് ചെയ്ത് കൊടുക്കാനാണുള്ളത്. മടക്കി എടുക്കാനായിട്ട് എളുപ്പത്തിന് നമുക്ക് ഈ ഒരു കോർണർ ഭാഗത്തൊക്കെ ഇതുപോലെ കട്ടുകൾ ഇട്ട് കൊടുക്കാം. നമ്മുടെ ക്യാൻവാസിലേക്ക് കൊള്ളാതെ ഇതുപോലെ ഫുൾ റൗണ്ട് ചെയ്ത് കട്ടുകൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ കട്ടുകൾ ഇട്ടുകൊണ്ട് ഇതുപോലെ ഈസി ആയിട്ട് നമുക്ക് മടക്കി സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ മടക്കി റൗണ്ട് ചെയ്ത് ഈ ഒരു ഷേപ്പിനനുസരിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം.
ഫ്രണ്ട് നെക്കും അതുപോലെ തന്നെ റൗണ്ട് ചെയ്ത് ഇതുപോലെ കട്ടുകൾ ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ അടിയിലത്തെ ഒരു ഷേപ്പിനനുസരിച്ച് മടക്കി ഇതിലേക്കൊന്ന് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും നമ്മളിതാ ആ രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. രണ്ടും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു സെൻറ്റർ പോയിൻറ്റ് നമുക്ക് ഇതുപോലെ ഒന്ന് ഇതിനെ മടക്കാം. രണ്ട് നെക്കും ഇതുപോലെ തന്നെ മടക്കിയിട്ട് ചെയ്യുക. ഇതുപോലെ സെൻറ്റർ പോയിൻ്റ് ഒന്ന് കട്ട് ചെയ്ത് വെച്ചേക്കാം. ഇനി നമ്മുടെ മെയിൻ ഫാബ്രിക്കിൻ്റെ ചീത്ത വശത്തേക്ക് ഇതുപോലെ ലൈനിങ് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു നല്ല വശമാണിത്. ചീത്ത വശത്താണ് ലൈനിങ് അറ്റാച്ച് ചെയ്തേക്കുന്നത്. ഇതുപോലെ ഒന്ന് അരിക് ചേർത്ത് ലൈനിങ് അതിലേക്ക് വെച്ചിട്ട് നമ്മളൊന്ന് ചേർത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തേക്കാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മുടെ ഹിപ്പിൻ്റെ ഭാഗം വരെയാണ് രണ്ട് സൈഡിലും ലൈനിങ് ചേർത്ത് അടിച്ചിട്ടുള്ളൂ. ബാലൻസ് ഭാഗം ദാ ഇതുപോലെയാണ് വിട്ടേക്കുന്നത് കേട്ടോ. രണ്ട് സൈഡിലും ഇതുപോലെ തന്നെയാണ് ചെയ്തേക്കുന്നത്. ഫ്രണ്ട് പോർഷനിലും ബാക്ക് പോർഷനിലും ഇതുപോലെ തന്നെ ലൈനിങ് അറ്റാച്ച് ചെയ്തെടുക്കണം. ഇനി നെക്ക് അറ്റാച്ച് ചെയ്യാം. ഫ്രണ്ട് പോർഷനാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സെൻറ്റർ പോയിൻ്റ് ഓൾറെഡി ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഒരു നെക്ക് ക്യാൻവാസിലേക്ക് അറ്റാച്ച് ചെയ്തതിൻ്റെയും സെൻറ്റർ പോയിൻ്റ് കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അത് രണ്ടും ഇതുപോലെ ഒരുമിച്ച് വരുന്ന രീതിയിലൊന്ന് ജോയിൻ ചെയ്ത് വെക്കുക. എന്നിട്ടൊന്ന് സ്ട്രൈറ്റ് ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. നെക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോകാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ക്യാൻവാസ് പേപ്പറിലേക്ക് ടച്ച് ആവാതെ ഇതുപോലെ ആ ഒരു നെക്കിൻ്റെ ഷേപ്പിനനുസരിച്ച് ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്തിട്ട് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. നെക്ക് പോർഷൻ എപ്പോഴും നമ്മൾ സ്ലോവിൽ അടിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ആ ഒരു നെക്ക് നല്ല ഷേപ്പിൽ നമുക്ക് കിട്ടും. ഇപ്പോൾ ഫ്രണ്ട് നെക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാം. ബാക്ക് നെക്കും ഇതുപോലെ തന്നെ ആ ഒരു ക്യാൻവാസിൻ്റെ സെൻറ്റർ പോയിൻറ്റും നമ്മുടെ ആ ഒരു ബാക്ക് പോർഷൻ്റെ സെൻറ്റർ പോയിൻറ്റും നമ്മൾ ഇതുപോലെ വന്നിട്ടിട്ട് ഇതുപോലെ തന്നെ ആ ഒരു നടുക്കേക്കിടെ ഒരു സ്റ്റിച്ചിങ് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഒരു ക്യാൻവാസ് പേപ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോവാതിരിക്കാനാണ്. ഇനി അകത്തെ ഷേപ്പിനനുസരിച്ച് ഇതുപോലെ ഒരു ക്യാൻവാസ് പേപ്പറിലേക്ക് കൊള്ളാതെ എന്നാൽ ആ ഒരു ക്യാൻവാസ് പേപ്പറിനോട് ചേർന്ന് വരുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇനി ഈ ഒരു കോർണറിൻ്റെ ഈ ഒരു എഡ്ജ് ഭാഗം വരുമ്പോൾ നമ്മൾ ഇതുപോലെ ആ ഒരു കോർണർ പോയിന്റിൽ ഇതുപോലെ സൂചി ഒന്ന് കുത്തി നിർത്തിയിട്ട് ഫൂട്ട് മാത്രം പൊക്കിയിട്ട് ആ ഒരു ക്ലോത്തിനെ ഇതുപോലെ ഒന്ന് തിരിച്ചു കൊടുക്കുക. എന്നിട്ട് അതൊരു ട്രയാങ്കിൾ ഷേപ്പിൽ തന്നെ കീപ്പ് ചെയ്തുകൊണ്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വരാം. താഴത്തേക്ക് നോർമലി ആ ഒരു ക്യാൻവാസ് പേപ്പറിലേക്ക് കയറാതെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് നിർത്തുക. ഈ ഒരു ഭാഗത്തും അതുപോലെ തന്നെ നമ്മൾ സൂചി പൊക്കാതെ തന്നെ വേണം ഇതുപോലെ തിരിച്ചെടുക്കാനായിട്ട്. എന്നിട്ട് ഈ ഒരു ഭാഗത്തേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ചേർത്ത് ക്യാൻവാസിനോട് ചേർത്ത് സ്റ്റിച്ച് ചെയ്യുക. ഇങ്ങനത്തെ നെക്കൊക്കെ ചെയ്യുമ്പോൾ നന്നായിട്ട് ചേർത്ത് അടിക്കണം, അല്ലെങ്കിൽ നമുക്ക് മറിച്ചിടുമ്പോൾ ഒരു ക്ലീൻ ആയിട്ട് കിട്ടില്ല. ഈ ഒരു ഭാഗത്ത് വരുമ്പോഴും ഇപ്പുറ സൈഡിൽ ചെയ്ത പോലെ തന്നെ ആ ഒരു കോർണർ പോലെ വന്നേക്കുന്ന ഭാഗത്ത് സൂചി ഇതുപോലെ കുത്തി നിർത്തുക. എന്നിട്ട് ആ ഒരു ഫൂട്ടിൻ്റെ ഭാഗം മാത്രം നമ്മൾ പൊക്കി കൊടുത്തിട്ട് ഇതുപോലെ തിരിച്ച് വീണ്ടും ആ ഒരു നെക്കിൻ്റെ ഷേപ്പിൽ റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് നിർത്താം. ഇനി നമ്മുടെ ഫ്രണ്ട് നെക്കിൻ്റെ ഈ ഒരു സെൻറ്റർ ഭാഗം ഇതുപോലെയാണ് നമ്മൾ അടിച്ചെടുത്തേക്കുന്നത് കേട്ടോ. അവിടെ ഒരു ചെറിയ ഓപ്പണിംഗ് ഉണ്ട്. രണ്ട് കോർണറും അതുപോലെയാണ് സ്റ്റിച്ച് ചെയ്തെടുത്തേക്കുന്നത്. ഇനി ഇതിൻ്റെ ഉള്ളിലത്തെ ഒരു 4 ഇഞ്ച് ക്ലോത്ത് വിട്ടിട്ട് ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു പോയിന്റിൽ നമുക്ക് ഈ ഒരു സെൻറ്റർ ഭാഗത്ത് 4 ഇഞ്ച് ക്ലോത്ത് രണ്ട് സൈഡിലും ഇടാൻ കിട്ടത്തില്ല. അപ്പോൾ ആ ഒരു സെൻറ്റർ സ്റ്റിച്ച് വന്നേക്കുന്നത് ഒന്ന് കട്ടായി പോകണം. എന്നിട്ട് ബാക്കി ഭാഗത്തേക്ക് നമുക്ക് 4 ഇഞ്ച് വെച്ചിട്ട് ഉള്ളിലൊന്ന് കിട്ടും. അതുപോലെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ രീതിയിലാണ് കട്ട് ചെയ്യേണ്ടത് നെക്ക്. ഇതുപോലെ ഒന്ന് കർവ് റൗണ്ട് ഷേപ്പ് ഇതുപോലെ കട്ട് ചെയ്യുക. എന്നിട്ട് ആ സെൻറ്ററിൽ ഡയറക്റ്റ് ആ ഒരു സ്ട്രെയിറ്റ് ലൈൻ കട്ടാവുന്ന രീതിയിൽ അങ്ങ് കട്ട് ചെയ്തിട്ട് ഒന്ന് ആ ഒരു കട്ട് ചെയ്ത് വിട്ടിട്ട് പിന്നെ ഉള്ളിലേക്ക് 4 ഇഞ്ച് ക്ലോത്ത് നമുക്ക് കിട്ടും. ഇതുപോലെ 4 ഇഞ്ച് ക്ലോത്ത് വിട്ടിട്ട് ഒന്ന് ഫുൾ റൗണ്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഈ രീതിയിലാണ് നെക്ക് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. ഇനി ക്യാൻവാസ് പേപ്പർ ഉള്ളിലേക്ക് മടക്കുന്നതിന് മുൻപായിട്ട് ഇതുപോലെ ഫുൾ ആ ഒരു നെക്കിൻ്റെ ഷേപ്പിൽ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുക്കുക. നമ്മുടെ തയ്യൽ തുമ്പയിലേക്ക് കൊള്ളാതെ കട്ടുകൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ അതുപോലെ തന്നെ ഫ്രണ്ട് നെക്കിൻ്റെ ഉള്ളിലും 4 ഇഞ്ച് ക്ലോത്ത് വിട്ടിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും നമുക്ക് റൗണ്ട് ചെയ്ത് ചെറിയ കട്ടുകൾ ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഫ്രണ്ട് നെക്ക് ബാക്കിലേക്ക് ഉള്ളിലേക്ക് മറിച്ചെടുക്കുന്നില്ല. ബാക്ക് നെക്കാണ് മറിച്ചെടുക്കുന്നത്. ഫ്രണ്ട് നെക്ക് നമുക്ക് ഷോൾഡർ അറ്റാച്ച് ചെയ്യുമ്പോൾ മറിച്ചെടുക്കാം. അപ്പോൾ ബാക്ക് നെക്ക് നമ്മൾ ഈ രീതിയിൽ ഈ ഒരു ഭാഗമൊക്കെ വരുമ്പോൾ ആദ്യം നമുക്ക് ഇതുപോലെ വിരൽ കൊണ്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഉള്ളിലേക്ക് ആക്കിയിട്ട് മടക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഫുള്ളായിട്ട് ഇതിനെ ഒന്ന് മറിച്ച് കഴിയുമ്പോൾ ആ ഒരു കോർണർ ഭാഗത്ത് ആ ഒരു കർവ് ഷേപ്പ് വരുന്നതിൻ്റെ ആ ഒരു എഡ്ജ് ഭാഗത്ത് നമുക്ക് എന്തെങ്കിലും ഒരു പോയിൻറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കൊണ്ടൊന്ന് കുത്തി കൊടുക്കാം. ഞാനിവിടെ പെൻസിൽ വെച്ചിട്ടൊന്ന് ഉള്ളിൽ നിന്ന് ഇതുപോലെ ടൈറ്റായിട്ടൊന്ന് കുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു കോർണർ പോയിൻറ്റ് നല്ല ഷാർപ്പ് ഷേപ്പിൽ കിട്ടും. അതുപോലെ തന്നെ രണ്ട് സൈഡിലും ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബാക്ക് നെക്കിൻ്റെ ഷേപ്പ്. ഇനി ഈ ഒരു ഫ്രണ്ട് നെക്ക് നമ്മൾ മറിച്ചിട്ടില്ല. ഇനി നമുക്ക് ഷോൾഡർ അറ്റാച്ച് ചെയ്യാനായിട്ട് രണ്ട് കുർത്തയുടെ രണ്ട് ഭാഗവും ഫ്രണ്ട് ഭാഗവും ബാക്ക് ഭാഗവും നല്ല വശം ചേർന്ന് വരുന്ന രീതിയിലില്ല. ഇനി നമ്മൾ ആ ഒരു ഫ്രണ്ട് നെക്ക് മറിച്ചിട്ടില്ലായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു ഫ്രണ്ട് നെക്കിൻ്റെ ക്യാൻവാസ് പേപ്പർ ഇതുപോലെ ഒന്ന് നിവർത്തി പിടിക്കുക. എന്നിട്ട് നമ്മൾ ബാക്ക് നെക്കിൻ്റെ ക്യാൻവാസ് പേപ്പർ നമ്മൾ ചീത്ത വശത്തേക്ക് മറിച്ചെടുത്തിട്ടുണ്ട്. അതിനെ ഇതുപോലെ ഒന്ന് ചേർത്ത് വെക്കുക. എന്നിട്ട് ഇതുപോലെ ചേർത്ത് വെക്കുമ്പോൾ മാക്സിമം ചേർന്ന് വരുന്ന രീതിയിൽ വെക്കണം. അല്ലെങ്കിൽ നമ്മളിത് ഷോൾഡർ മറിക്കുമ്പം
ഒരു മുഴപ്പ് പോലെ ആ ഭാഗത്ത് വരും. എന്നിട്ട് ഷോൾഡർ ഇതാ ഇതുപോലെ രണ്ടിൻ്റെയും ഷോൾഡർ ഒരുമിച്ച് ജോയിൻ ചെയ്ത് പിടിക്കുക. എത്രയാണോ തയ്യൽ തുമ്പ് വിട്ടത്, ഞാൻ അരേഞ്ചാണ്, അപ്പോൾ അരേഞ്ച് വിട്ടിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സൈഡും അങ്ങനെ തന്നെ ഇതുപോലെ ആ ഒരു ഫ്രണ്ട് ഭാഗത്തിൻ്റെ ക്യാൻവാസ് പേപ്പർ ഒന്ന് ഓപ്പൺ ആക്കി പിടിക്കുക. ബാക്ക് ഭാഗം ഇതുപോലെ ഉള്ളിലേക്ക് വെക്കുക. എന്നിട്ട് ഇതാ ഷോൾഡർ രണ്ടും ചേർത്ത് ഇതുപോലെ പിടിക്കുക. അരേഞ്ച് വിട്ടിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ രണ്ട് സൈഡിലും അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ക്യാൻവാസിനെ, അതായത് ഫ്രണ്ടിൻ്റെ ക്യാൻവാസ് പേപ്പറിനെ ഉള്ളിലേക്ക് മടക്കി കൊടുക്കാം. ഈ രീതിയിൽ ആ ഒരു ഫ്രണ്ട് നെക്കിൻ്റെ ക്യാൻവാസ് പേപ്പർ ഒന്ന് പിടിക്കുക. എന്നിട്ട് ഇതാ ഇതുപോലെ ഉള്ളിലേക്കൊന്ന് മടക്കി കൊടുക്കുക. അപ്പോൾ ആ ഒരു ഷോൾഡർ ഭാഗത്ത് തയ്യൽ തുമ്പിൻ്റെ ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാതെ ഇതുപോലെ നീറ്റായിട്ട് കിട്ടും. അപ്പോൾ ഇങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ നമ്മൾ ഷോൾഡർ അറ്റാച്ച് ചെയ്ത് എടുക്കുന്നത്. ഈ ഒരു സൈഡിലും അതുപോലെ തന്നെ ഉള്ളിലേക്ക് മറിച്ചെടുക്കണം. ഇനി നമ്മൾ ഈ ഒരു ക്യാൻവാസിൻ്റെ ഉള്ളിലത്തെ ഭാഗം ഈ ഒരു ലൈനിങ്ങിലോട്ട് അറ്റാച്ച് ചെയ്ത് സൂചി നൂലും വെച്ച് ഹെം ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും അതുപോലെ തന്നെയാണ് ഹെം ചെയ്ത് കൊടുക്കുന്നത്. നെക്ക് നമ്മൾ പതിച്ചടിച്ചിട്ടില്ലായിരുന്നു, അപ്പോൾ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും ഇതുപോലെ ചേർത്തൊന്ന് പതിച്ചടിച്ചെടുക്കാം. അപ്പം അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സ്ലീവ് അറ്റാച്ച് ചെയ്യാം. നമ്മുടെ ഈ ഒരു ഷോൾഡർ ലൈനിലേക്ക് നമ്മുടെ ആ ഒരു സ്ലീവിൻ്റെ നല്ല വശം നമ്മുടെ ആ ഒരു കുർത്തയുടെ നല്ല വശത്തേക്ക് ഇതുപോലെ ചേർത്ത് വെക്കുക. എന്നിട്ട് ആ ഒരു സെൻറ്റർ പോയിന്റ് കട്ട് ചെയ്ത ഭാഗം ആ ഷോൾഡർ ലൈനിലേക്ക് ചേർത്ത് വെക്കുക. എന്നിട്ട് ആദ്യം ഈ ഒരു സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ടൊന്ന് മറച്ചിട്ടിട്ട് വേണം ഓപ്പോസിറ്റ് സൈഡും ഇതുപോലെ സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അപ്പം നമ്മളിതാ നമ്മുടെ ആ ഒരു ഡ്രസ്സിൻ്റെ സ്ലീവിൻ്റെ ഭാഗം ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് സ്ലീവ് ഇതുപോലെ ഒരു സെൻറ്റർ പോയിന്റ് ഷോൾഡർ ലൈനിലേക്ക് ഒന്ന് അറ്റാച്ച് ചെയ്ത് വെച്ചു. എന്നിട്ട് ആദ്യം നമ്മൾ ഈ ഒരു സൈഡാണ് അടിക്കുന്നത്. ഈ ഒരു സൈഡ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എൻഡ് ചെയ്ത് നിർത്താം. ഇനി നമ്മൾ അതിനെ നിവർത്തിയിടുമ്പോൾ ഇതുപോലെയാണ് നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്തെടുത്തേക്കുന്നത്. ഇനി നമ്മൾ ഓപ്പോസിറ്റ് സൈഡിൽ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇതുപോലെ ആ ഒരു ക്ലോത്തിനെ ഇതുപോലെ ഒന്ന് മറച്ചെടുക്കുക. എന്നിട്ട് വേണം ഉള്ളിൽ നിന്ന് സ്ലീവ് എടുത്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ അടിയിൽ നിന്ന് ആ സ്ലീവിൻ്റെ പോർഷനും ആ ഒരു ഫ്രണ്ടിലെ ക്ലോത്തിൻ്റെ പീസും കറക്റ്റ് ചെയ്ത് ഇതുപോലെ പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് എൻഡ് ചെയ്തെടുക്കുക. ഇങ്ങനെ തന്നെ രണ്ട് സ്ലീവും അറ്റാച്ച് ചെയ്യുക. എന്നിട്ട് ആ സ്ലീവിൻ്റെ എൻഡ് ഇതുപോലെ ഞാനൊരു അരേഞ്ച് മടക്കി വീണ്ടും ഒരു അരേഞ്ചും കൂടി മടക്കിയിട്ട് രണ്ട് സ്ലീവിൻ്റെയും അടിവശം ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാനാണുള്ളത്. ഇതുപോലെ ആ ഒരു സ്ലീവിൻ്റെ ഭാഗവും കൈക്കുഴിയൊക്കെ കറക്റ്റ് ചെയ്ത് പിടിക്കുക. ആ ഒരു മുകൾ ഭാഗത്തുനിന്ന് മുതൽ ഹിപ്പ് വരെ ഷേപ്പ് ചെയ്ത് വരാം. ഹിപ്പിൻ്റെ ഭാഗത്ത് ഷേപ്പ് ചെയ്ത് നിർത്തുക. എന്നിട്ട് താഴത്തേക്ക് നമ്മൾ ലൈനിങ് സെപ്പറേറ്റും മെയിൻ ഫാബ്രിക് സെപ്പറേറ്റുമാണ് ഷേപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ആ ഒരു മെയിൻ ക്ലോത്തിനെ ഇതുപോലെ മാറ്റിയിടുക. എന്നിട്ട് ലൈനിങ് രണ്ടും ചേർത്ത് വെച്ചിട്ട് അറ്റാച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം ലൈനിങ് ഇതുപോലെ മാറ്റിയിട്ടിട്ട് നമ്മൾ മെയിൻ ഫാബ്രിക്കും അറ്റാച്ച് ചെയ്തെടുക്കുക. കാരണം രണ്ടിൻ്റെയും വിടുത്ത് ഡിഫറെൻ്റ് ആയതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഈ രീതിയിൽ ഇതാ നമ്മുടെ കൈക്കുഴിയൊക്കെ കറക്റ്റ് ചെയ്ത് ഹിപ്പിൻ്റെ ഒരു ഭാഗം വരെ ഷേപ്പ് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. ഇനി ഉള്ളിൽ നിന്ന് നമ്മുടെ ആ ഒരു മെയിൻ ഫാബ്രിക്കിനെ ഇതുപോലെ മാറ്റിയിട്ടു. എന്നിട്ട് ലൈനിങ് ക്ലോത്ത് രണ്ടും കൂടി ഇതുപോലെ ചേർത്ത് പിടിച്ചിട്ട് അടി വരെ ചേർത്ത് സ്റ്റിച്ച് ചെയ്ത് വരാം. ഇനി ആ ഒരു ലൈനിങ്ങിനെ ഇതുപോലെ ഒന്ന് മാറ്റിയിട്ടിട്ട് ഉള്ളിൽ നിന്ന് നമ്മുടെ മെയിൻ ഫാബ്രിക് രണ്ടും ഇതുപോലെ ചേർത്ത് പിടിക്കുക. എന്നിട്ട് ആ ഒരു ഹിപ്പിൻ്റെ ഭാഗത്ത് സ്റ്റിച്ച് ചെയ്ത് നിർത്തിയതിൽ നിന്ന് താഴത്തേക്ക് ബാലൻസ് ഇതുപോലെ രണ്ടും ചേർത്ത് വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. രണ്ട് സൈഡും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇനി നമുക്ക് അടി മടക്കി അടിക്കാനാണുള്ളത്. അപ്പോൾ ഏലൈൻ മടക്കി അടിക്കുന്ന പോലെ തന്നെ ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് മടക്കുക, വീണ്ടും ഒന്നുകൂടി മടക്കി കൊടുക്കുക. എന്നിട്ട് സ്റ്റിച്ച് ചെയ്ത് വരാം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ ആ ഒരു സെൻറ്റർ ഭാഗത്ത് ഒരു കോർണർ പോലെയാണ് കട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ആ ഒരു ഭാഗം വരുമ്പോൾ ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്തിട്ട് നിർത്താം. എന്നിട്ട് ആ ഒരു മടക്കോടുകൂടി തന്നെ ഈ ഒരു വശത്തേക്ക് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുക. ഇതുപോലെ മടക്കിയെടുത്തിട്ട് ഈ ഒരു സൈഡും സ്റ്റിച്ച് ചെയ്യുക. ഇതുപോലെ തന്നെ റൗണ്ട് ചെയ്ത് ഫുള്ള് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇനി ബാക്ക് നെക്കിൽ ഞാൻ ഇതുപോലെ ഒരു ബട്ടൺ ഒന്ന് ഇതിലേക്ക് പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്, തുന്നി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു ചെറിയ പൈപ്പിംഗ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബട്ടൺ ഇതുപോലെ കവർ ചെയ്തിരിക്കാൻ പാകത്തിന് ഈ ഒരു പൈപ്പിംഗ് ഇതുപോലെ മടക്കി ഓപ്പോസിറ്റ് സൈഡിൽ ഇതുപോലെ ഒന്ന് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇതും കൂടി കഴിയുമ്പോൾ നമ്മുടെ ഈ ഒരു ഡ്രസ്സിൻ്റെ സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ കട്ടിങ് സ്റ്റിച്ച് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ള കുർത്തിയുടെ ഒരു ഔട്ട്ലുക്ക് ഇതുപോലെയാണ് കേട്ടോ. നമ്മൾ ഏകദേശം ആ ഒരു ഷേപ്പിൽ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അടിയിൽ ആ ഒരു സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ കർവ് ഒന്നും കൊടുക്കാതെ കട്ട് ചെയ്തുകൊണ്ട് നമുക്ക് കറക്റ്റ് ആ ഒരു ഷേപ്പ് ഇങ്ങനെ എടുത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് അതിൻ്റെ ഒരു ഫൈനൽ ലുക്ക്. ഫ്രണ്ട് നെക്ക് വന്നിട്ട് ഇതുപോലെ കറക്റ്റ് നമുക്ക് ജ്വൽ നെക്ക് ആയിട്ടാണ് കിട്ടിയേക്കുന്നത്. നമ്മൾ ആ ഒരു ബട്ടണൊക്കെ വെച്ച് കൊടുത്തേക്കുന്നതുകൊണ്ട് ഈ രീതിയിലാണ് ബാക്ക് നെക്ക് ഉണ്ടാവുക. അപ്പോൾ ഇതുപോലത്തെ ജ്വൽ നെക്കിനെ സ്ലീവ്ലെസ് ഒക്കെ യൂസ് ചെയ്യാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ അങ്ങനെ സ്ലീവ്ലെസ് ആയിട്ട് ചെയ്യുമ്പോൾ ഈ ഒരു ഡ്രസ്സിന് കുറച്ചും കൂടി ഒരു ഭംഗി ഉണ്ടായിരിക്കും. സ്ലീവ് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഇതുപോലെ കുട്ടി സ്ലീവ് ഒക്കെ വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കൂട്ടത്തിൽ ഈ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.